ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ക്ഷേത്ര ഭരണസമിതിയുടെയും പാലിയം ദേവസ്വം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച ആഘോഷിക്കും. ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായ ഇവിടെ ക്ഷേത്ര ഭരണസമിതിയുടെയും പാലിയം ദേവസ്വം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. പുലർച്ചെ 4 മണിക്ക് വാകച്ചാർത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. മലർ നിവേദ്യം, രുദ്രാഭിഷേകം, ഉച്ചപൂജ തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും അഭിഷേകങ്ങളും പകൽ സമയത്ത് നടക്കും. വൈകിട്ട് 5:30-ന് ഗിരി പ്രദക്ഷിണത്തോടെ വൈകുന്നേരത്തെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് മുനിയറ പ്രദക്ഷിണം, 108 തവണ കുട്ടപ്പഞ്ചാക്ഷരി മന്ത്രജപം, മുനിയറയിൽ മഹാനിവേദ്യം എന്നിവ നടക്കും. ഭക്തർക്കായി പ്രസാദ വിതരണവും ഒരുക്കിയിട്ടുണ്ട്. രാത്രിയിൽ ഇരുന്നിലങ്കോട് ഭജനസമിതി അവതരിപ്പിക്കുന്ന ഭജനയും ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപവും ഉണ്ടാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ഖജാൻജി VK ശിവദാസ് എന്നിവർ അറിയിച്ചു.